ആ കള്ള് കുടിക്കാൻ കൊണ്ടു നല്ല കപ്പയും മീനുമാണ്. 3 രാത്രിയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ഈ 3 രാത്രി ഈ കപ്പയും മീനും കണ്ടിന്യൂ ചെയ്യുക. പിറ്റേ ദിവസം കപ്പയും ഞാൻ തീർത്തിട്ടേ ഈ ഷൂട്ടിങ് പോകത്തുള്ളൂ. എന്നും ഒരു കപ്പയും മീനും കൊണ്ടുവരും. അപ്പോൾ ഇക്ക ഭയങ്കര ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു വരുത്തിയതാരാ? ഡയറ്റിംഗ് ഒക്കെ ഉണ്ടാ എന്ന് വെച്ചാൽ കപ്പയും മീനും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഡയറ്റിങ്ങിനെ പറ്റി ആലോചിച്ചിട്ട് വല്ല കാര്യം. മമ്മൂട്ടി ആ പറഞ്ഞ കപ്പ മീൻകറി നമുക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ കപ്പയ്ക്ക് ചേർക്കാനായിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കപ്പയിലേക്ക് ആഡ് ചെയ്ത് ഇതെല്ലാം മിക്സ് ചെയ്യണം. അപ്പോൾ കപ്പ റെഡിയായി. ഇനി മീൻകറിക്ക് വേണ്ടി കടുക് പൊട്ടിച്ച് ചുള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഈ പറഞ്ഞ അതേ ഇൻഗ്രീഡിയൻസും പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും പിന്നെ ഉലുവായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതോടെ ഉപ്പും ഇട്ട് കായപ്പൊടിയും ചേർത്ത് പുളിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മീനും കൂടി അതിനകത്ത് ആഡ് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോഴേ തിളച്ച വെള്ളം ചേർക്കാൻ ഓർക്കണേ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാമല്ലായിരുന്നു, നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്